ജനങ്ങൾ അത്രയും മടുത്തിരിക്കുകയായിരുന്നു. കാരണം ഇവർ വെറുതെ കുറേ ഇവരുടെ ഫാമിലി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാന്നില്ല. എല്ലാ മേഖലയിലും ഇവരുടെ കൺട്രോളായിരുന്നു. ഒന്ന് ഈ പണം എറിഞ്ഞിട്ട് വോട്ട് പിടിക്കുക, പിന്നെ ഗുണ്ടായിസം, ഇതേ രീതിയിൽ തന്നെ ഗുണ്ടായിസം. പേടിയായിരുന്നു ആളുകൾക്ക്, പണം കൊടുക്കുകയാണ് 1000 2000. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അവരൊരു പുതിയ ഒരു രാഷ്ട്രീയം വിജയ് മുന്നോട്ട് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും പറഞ്ഞത്, ഇപ്പോൾ ഈ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ കണ്ടത്, ADMK ഞങ്ങൾക്ക് മടുത്തു, DMK മടുത്തു, ഒരു മാറ്റം വേണം, വിജയ്ക്ക് ഒരു അവസരം കൊടുക്കുക. ഓക്കെ, വിജയ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മാറ്റി ചിന്തിക്കും, അല്ല മാറി ചിന്തിക്കും എന്നുള്ള അത് വിജയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നന്നായിട്ട് പറ്റിയെന്നുള്ള ഒരു ഫ്രഷ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ അത് വോട്ടായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് NTRന് ശേഷം ഇങ്ങനെയൊരു മുന്നേറ്റം ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ MGR ആണെങ്കിലും ജയലളിത ആണെങ്കിലും വർഷങ്ങളോളം പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ അധികാരത്തിലേക്കൊക്കെ വന്നത്, സിനിമാ രംഗത്തുണ്ടെങ്കിൽ പോലും. പക്ഷേ NTRൻ്റെ 1984 ആ ഒരു വിജയം ഉണ്ടല്ലോ ആന്ധ്രയിൽ, അതിനുശേഷം ഇങ്ങനെയൊരു വിജയം ചിരഞ്ജീവിക്ക് ഒന്നും സാധ്യമാവാത്തൊരു സംഭവമാണ്. നമ്മുടെ കമലഹാസൻ വന്ന് പൊളിഞ്ഞ് പാളിസായി ഒന്നുമില്ല. അത് വിജയിൻ്റെ ഒരു കരിസ്മ തന്നെയാണ്.